ഇപ്പോൾ അങ്കോലയിൽ നിന്നൊരു അപ്ഡേഷൻ വരുന്നു. അവിടേക്ക് സൈന്യം എത്തിയിരിക്കുന്നു. ബലഗാവിയിൽ നിന്നുള്ള സൈനിക സംഘം അങ്കോലയിലെ രക്ഷാദൗത്യം നടക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുന്നു. മണിക്കൂറുകളായി ഇന്ന് പുലർച്ചെ തന്നെ സൈന്യത്തിൻ്റെ സേവനം, സൈന്യത്തിൻ്റെ രക്ഷാദൗത്യം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ സൈന്യം എത്താൻ അല്പം വൈകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി ദ്രുതഗതിയിലുള്ള കുറച്ചുകൂടി സാങ്കേതിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കുറെ കൂടി അനുഭവ സമ്പത്തും പരിചയമുള്ള സൈന്യത്തിൻ്റെ സേവനം അത് അർജുനെ കണ്ടെത്താനുള്ള സാധ്യതകൾ കൂട്ടും എന്നത് തന്നെയാണ് കരുതുന്നത്. ഇടവിട്ടുള്ള മഴയൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും അവിടെ മണ്ണ് മാറ്റി, അതാണ്ട് അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധന, അതിന് മണ്ണ് നീക്കം വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇനി സൈന്യം എത്തുന്നതോടുകൂടി അവർ സ്വാഭാവികമായും അവിടെ നിലവിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ആക്ഷൻ പ്ലാൻ ഫിക്സ് ചെയ്യുകയും അതിനുശേഷമായിരിക്കും സൈന്യത്തിൻ്റെ ആക്ഷനിലേക്ക് അവർ കടക്കുക. സ്വാഭാവികമായും പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുർഘടമായ രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യം എത്തുമ്പോൾ അവരുടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായ, കുറെ കൂടി സാങ്കേതിക സൗകര്യങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു പരിശോധന മാത്രമല്ല, ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ സൈന്യത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നതിന് തന്നെയാണ്. മണ്ണ് നീക്കത്തിനല്ല, അതിനപ്പുറത്തേക്ക് ആളിലേക്ക് നേരിട്ടെത്താനുള്ള ടണൽ മാർഗങ്ങളൊക്കെ പലയിടങ്ങളിലും സ്വീകരിച്ചത് നമുക്ക് മുന്നിൽ പല മാതൃകകളുണ്ട് സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ആ പൂർവ്വ മാതൃകകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബവും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആവശ്യപ്പെട്ടതും. ഏതായാലും സൈന്യത്തിൻ്റെ സംഘം, ബലഗാവിയിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇന്നും നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഡിങ്കി ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് ആ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒരു വശത്ത് മലയിൽ മലയിടിഞ്ഞു വന്ന മണ്ണ് നീക്കി പരിശോധന നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഈ തൊട്ട് താഴെയുള്ള പുഴയിലേക്ക്, ആ പുഴയിലേക്കും ഈ കുന്നിടിഞ്ഞ് വീണിട്ടുണ്ട്, അവിടെയും പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി സൈന്യം കൂടി എത്തുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ആ അർജുനെ കണ്ടെത്തുവാനുള്ള ആ ശ്രമത്തിന് ഒരു കുറെ കൂടി ആശാവഹമായൊരു വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ ഈ സൈന്യത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സൈന്യത്തിന്റെ സേവനം ലഭ്യമാകുന്ന ഈ സ്ഥലത്തേക്ക് സൈന്യം എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൈന്യം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. പുറത്തെ മെയിൻ ഗേറ്റിൽ നിന്ന് സൈന്യം ഇങ്ങോട്ട്, അതായത് നമ്മളിപ്പോൾ പോകുന്ന ഈ സംഭവ സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. മേജർ അഭിഷേക് ഇവിടേക്ക് എത്തി. ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നു. എങ്ങനെയാണ് ഇത്രയും ദിവസം ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്, ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ ആർമി സംഘം പഠിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആർമി സംഘം രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ പ്രദേശത്തേക്കാണ്, ആ ഭാഗത്തേക്കാണ്. അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും. ഒപ്പം ഇപ്പോൾ ഈ കരഭാഗത്ത് ഈ വാഹനം ഇല്ല എന്നുള്ള ഒരു സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കൂടുതലൊരു വ്യക്തത വേണം. ഇപ്പോൾ ഈ ആർമി സംഘം പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് അതിലൊരു വ്യക്തത ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ നദിയിലേക്ക് വാഹനം വീഴാനുള്ള സാധ്യതയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുകയാണ്. കൂടുതൽ നാവികസേനാംഗങ്ങളും ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അവർ ഈ നദിയിലേക്ക്, അതായത് ഏതെങ്കിലും രീതിയിൽ നദിയിൽ വാഹനം വീണ് മണ്ണിനടിയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. മറ്റു വാഹനങ്ങൾ ഈ പ്രദേശത്ത് ആ നദിയിൽ ഉണ്ടോ, ഗംഗാവലി നദിയിൽ ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ കൂടുതൽ ഈ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. മേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഈ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പരിശോധനയെക്കുറിച്ച് വിലയിരുത്തുന്നു. ഇനി എന്താണ് തുടർന്ന് നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം വിപുലമായി തന്നെ ആരംഭിക്കുക. എത്രയും വേഗം ഈ അർജുനെ, അതായത് മണ്ണിനടിയിൽപ്പെട്ട ആ ജീവനെ രക്ഷിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഗോകുൽ, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സൈന്യം ഏതായാലും ആ രക്ഷാദൗത്യത്തിൽ ഷിരൂരിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതുവരെയുള്ള ഫൈൻഡിങ്സിനെ പറ്റിയാണ് അവർ അന്വേഷിക്കുന്നത്. അത് മനസ്സിലാക്കിയ ശേഷമായിരിക്കും സൈന്യത്തിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പ്ലാനിലേക്ക് വരിക. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇന്നലത്തെ നടത്തിയ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സംശയം തോന്നിയ 3 ഇടങ്ങൾ, അവിടെ ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് ഈ പുഴയിലേക്ക് കൂടി ഒരു മുമ്പത്തേനേക്കാൾ കാര്യമായ ഒരു പരിശോധന പുഴയിലൂടെ ആരംഭിച്ചത്. മുകളിൽ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന, കാരണം ഇന്നലെ കണ്ടെത്തിയ
ഗോകുൽ, ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ അവസാനം, അതായത് ഈ രാത്രി കണ്ടെത്തിയ ആ 70% സാധ്യതയുള്ള സിഗ്നൽ, ആ ഭാഗം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഈ പരിശോധനയൊക്കെ തന്നെ നടന്നിരുന്നത്. ഒരു 30 മീറ്റർ ചുറ്റളവിൽ ഈ മണ്ണ് നീക്കി. പക്ഷേ ഈ സമയത്തൊന്നും അവിടെ യാതൊരു വിധത്തിലുള്ള സാധ്യതകളും, വാഹനത്തിൻ്റെയോ മറ്റു സാധ്യതകളൊന്നും തന്നെ ഈ മണ്ണ് നീക്കിയ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുകയാണ്. മേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇനി കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർ കൂടി എത്താനുണ്ട്. അതിനുശേഷം ഇതിലൊരു വ്യക്തത, അതായത് കൂടുതൽ ദ്രുതഗതിയിലുള്ള തെരച്ചിൽ ആരംഭിക്കും. ഈ മണ്ണിനടിയിൽപ്പെട്ട ഈ മനുഷ്യനെ, ആ ചെറുപ്പക്കാരനെ എത്രയും വേഗം രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഒപ്പം പ്രതികൂല കാലാവസ്ഥയുണ്ട് ഗോകുൽ. ഈ നല്ല ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ ഒരു മഴ പെയ്തു. നമുക്കറിയാം, നമുക്ക് തൊട്ടുമുകളിലൊക്കെ ഈ കുന്നിൻ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ആ കുന്നിൻ പ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു കൃത്യത, നമുക്കൊരു വ്യക്തത വരും. കാരണം അവിടെ ഈ മണ്ണൊക്കെ നനഞ്ഞ് ഒലിച്ചിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രദേശത്തെ എങ്ങനെയാവുമെന്ന് നമുക്ക് തൊട്ടരികിലാണ്, ഒരു 200 മീറ്റർ അകലെയാണ്. ഇവിടെ വെച്ച് ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ, കർണാടക പോലീസ് തടഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് കയറ്റിവിടുന്നില്ല. പക്ഷേ നമുക്ക് ആ 200 മീറ്റർ അകലെ മാത്രമാണ് ഇനി 200 മീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലമുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ വ്യക്തമാവുന്നുണ്ട്. കാരണം ഈ എങ്ങനെയാണ് ഈ മണ്ണ് അവിടെ നിൽക്കുന്നത്. ഒപ്പം ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. ആ മണ്ണ് കുത്തനെ ഒലിച്ച് ഇറങ്ങുന്നുണ്ട്. ഒപ്പം ഈ വെള്ളം, ശക്തമായ മഴ പെയ്തു. കർണാടക ഉൾവനത്തിലൊക്കെ നല്ല മഴയുണ്ട്. ഈ വെള്ളം മലയിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ ഈ ഗംഗാവലി പുഴ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗംഗാവലി പുഴയിൽ നാവികസേനാംഗങ്ങൾ അവർ പരിശോധന നടത്തി അവരിപ്പോൾ കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഈ നദിയുടെ ആഴങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും ആ തെരച്ചിൽ, നദിയിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസം ഉച്ചവരെ ഈ തെരച്ചിൽ തുടർന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പിന്നെ ഒരു മണിക്കൂറോളം ഈ തെരച്ചിൽ പിന്നെയും തുടർന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ നാവികസേനാംഗങ്ങൾ ഇവിടേക്ക് എത്തി. ഇപ്പോഴും അവർ ആ ഗംഗാവലി പുഴയിലൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കരയിൽ ഈ വാഹനത്തിന്റെ സാന്നിധ്യം ഇനിയും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ നദിയിലേക്ക്, അതായത് ഗംഗാവലി പുഴയിൽ ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തുക, അതിലൊരു വ്യക്തത ഉണ്ടാക്കുക എന്ന ഉദ്ദേശമാണ് ഇനിയിപ്പോൾ ഈ നാവികസേനാംഗങ്ങൾ വെച്ചു പുലർത്തുന്നത്. മറ്റൊന്ന്, ആർമി, അതായത് വിദഗ്ധരായ സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നു. ചിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന് ഇപ്പോൾ ആർമി എത്തിയിരിക്കുന്നു. അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. കുടുംബം ഏതാണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ, ആ ദൃശ്യങ്ങളിൽ 40 അംഗ സംഘമാണ് ബലഗാവിയിൽ നിന്നുള്ള ആർമി സംഘം എത്തുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ആ സ്ഥലത്തേക്ക്, കുറച്ചുകൂടി ആ രക്ഷാദൗത്യം നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ, ഇന്നലെ വൈകുന്നേരം അവസാനം ഈ മെറ്റൽ ഡിറ്റക്ടർ കൂടുതൽ സാധ്യത കണ്ടെത്തിയ, അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന തരത്തിൽ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ മണ്ണ് നീക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള തെരച്ചിലിൽ, അല്ലെങ്കിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ വാഹനത്തിൻ്റെ എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഈ ഘട്ടത്തിൽ ആർമി എത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ ഉണ്ടായിരുന്ന രക്ഷാദൗത്യത്തിൻ്റെ സ്വഭാവം, അതേത് നിലയിലായിരുന്നു പരിശോധന, എവിടെയൊക്കെയാണ് ഈ ട്രേസസ് അല്ലെങ്കിൽ സംശയം, ഒരു ലോഹഭാഗത്തിൻ്റെ ഒരു വാഹനത്തിൻ്റെ സംശയം തോന്നിയത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ആർമിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ. അതിനുശേഷമായിരിക്കും എങ്ങനെയാണ് ഈ ആർമി സംഘം അവർ ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക, ഏത് തരത്തിൽ തെരച്ചിൽ എവിടെ നിന്ന് ആരംഭിക്കണം എന്നത് അവരൊരു പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം മാത്രമായിരിക്കും, തുടർന്നായിരിക്കും സംഘം ഈ ആക്ഷനിലേക്ക് ഇറങ്ങുക. ഇപ്പോൾ അവിടെ മണ്ണ് നീക്കം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും ഇന്ന് ഉച്ചവരെയുള്ള സമയത്തും ഇടവിട്ട് ശക്തമായ മഴ പെയ്തു. ആ സമയത്തൊക്കെയും ഇടതടവില്ലാതെ തന്നെ മണ്ണ് നീക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള മണ്ണ് നീക്കത്തിൽ പ്രത്യേകിച്ച് ആശാവഹമായ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൂചനകൾ ലഭിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുഴയിലെ പരിശോധന കുറച്ചുകൂടി ഊർജിതമാക്കുന്നു. മറ്റൊരു സംശയം കൂടി ബലപ്പെടുന്നു. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വാഹനം
അർജുൻ്റെ ലോറി ഉൾപ്പെടെ പുഴയിൽ പതിച്ചിട്ടുണ്ടോ എന്ന സംശയം ഒരു ഭാഗത്തുണ്ട്. നേരത്തെ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആദ്യഘട്ടത്തിൽ NDRF ഒക്കെയും ഈ പുഴയിൽ പരിശോധിച്ചതാണ്. പക്ഷേ ഈ പുഴയിലേക്ക് കുന്നിൻ്റെ ഒരു ഭാഗം തന്നെ ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണിൻ്റെ ഒരു വലിയ ഭാഗം ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. ഏതാണ്ട് പുഴയുടെ ഗതി മാറ്റുന്ന തരത്തിലേക്ക് വലിയ ഉയരത്തിൽ മണ്ണ് ഈ പുഴയിലും പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഇനി പരിശോധന വേണം എന്ന തരത്തിലേക്ക് ആലോചനകൾ പോകുന്നുണ്ട്. ഏതായാലും ആർമി എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വേഗം ഈ രക്ഷാപ്രവർത്തനത്തിന് കൈവരും എന്നതാണ് മനസ്സിലാക്കുന്നത്. ലോറിയുടെ GPS ലൊക്കേഷനൊക്കെ പരിഗണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനകൾ കൃത്യമായി അതിലൊരു സൂചനയിലേക്ക്, അല്ലെങ്കിൽ ഈ വലിയ മൺകൂനയ്ക്കടിയിൽ ലോറി കണ്ടെത്തുക എന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ അത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും അത്തരത്തിലൊരു ആശങ്കയുണ്ടാവും. ഇനി സൈന്യം എത്തുമ്പോൾ അതിൽ ഒരു ഇടതടവില്ലാത്തൊരു രക്ഷാപ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും വൈകുന്നേരം 7 മണിയോടുകൂടി വെളിച്ചം കുറയുകയും മഴ കൂടുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ തെരച്ചിൽ, മണ്ണ് നീക്കം, രക്ഷാപ്രവർത്തനമൊക്കെ അവിടെ നിർത്തിവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൈന്യം എത്തുമ്പോൾ അവർ കുറെ കൂടി എക്യുപ്ഡ്, അവർക്ക് കുറെ കൂടി സാങ്കേതിക സൗകര്യങ്ങളുണ്ട്. ഒരു ഡേ ആൻഡ് നൈറ്റ് ഓൾ ടുഗദർ ഒരു സെർച്ചിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്ന സാഹചര്യമുണ്ട്. അരുൺ പാറക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഈ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾ ഈ രക്ഷാദൗത്യ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? അവരുടെ പ്രാഥമിക ഘട്ട കൂടിക്കാഴ്ച ഇപ്പോഴത്തെ രക്ഷാദൗത്യ സംഘവുമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിശക്തമായ മഴ ഇടയ്ക്കിടെ അവിടെ പെയ്യുന്നുണ്ട്. ആ പ്രദേശത്ത് നിന്ന് നമുക്ക് ടെലിഫോൺ ബന്ധത്തിന് പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ശക്തമായ മഴയും കാറ്റും അവിടെയുണ്ട്. ഇന്നലെയും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇന്നും പകലും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഴയാണ്. പക്ഷേ അവിടെ ഇന്ന് ദൃശ്യങ്ങളിൽ ഈ സൈന്യത്തിൻ്റെ വാഹനം എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൈന്യത്തിൻ്റെ ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ ആർമി ടീമാണ് ഇവിടേക്ക് എത്തുന്നത്.